അല്പസമയം മുൻപ് മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒരു ഉത്തരക്കടലാസാണ്, ഓണപരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയുടെ നിയമാവലി തയ്യാറാക്കൂ എന്നുള്ളതായിരുന്നു ചോദ്യം. കളിയുടെ പേര് ആ കുട്ടി എഴുതിയിട്ടത് സ്പൂണും നാരങ്ങയും എന്നാണ്. എന്നിട്ട് 5 പോയിന്റ്സ് ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ടിട്ട് എഴുതിയിട്ടുണ്ട്. ആദ്യത്തേത്, ഒരു സമയം 5 പേർക്ക് മാത്രമായിരിക്കും മത്സരിക്കാൻ കഴിയുക. 2, എല്ലാവരും വായിൽ സ്പൂണ് വെക്കണം, നാരങ്ങ സ്പൂണിന്റെ മുകളിൽ വെക്കണം. 3-ാമത്തെ പോയിന്റ്, അടയാളപ്പെടുത്തിയിരിക്കുന്ന വരിയിൽ നിന്നാണ് കളിക്കേണ്ടത്, അതല്ലാതെ പുറത്തൊന്നും പോയി കളിക്കാൻ പാടില്ല. 4-ാമത്തെ പോയിന്റ്, നിലത്ത് വീണാൽ പിന്നെയും അത് എടുത്ത് വെച്ചിട്ട് ആദ്യം മുതൽ തന്നെ നടക്കണം. 5-ാമത്തെ പോയിന്റ്, നിങ്ങൾക്ക് വരി തെറ്റിപ്പോയ കളിയിൽ നിന്ന് പുറത്താവും കേട്ടോ. ഏറ്റവും അവസാനത്തെ പോയിന്റ്, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത്. ഒരു പയ്യൻ പരീക്ഷയ്ക്ക് എഴുതിയതാണ്. ആ കൊച്ചു പയ്യനെ നമ്മൾ ശരിക്കും അഭിനന്ദിക്കേണ്ടതല്ലേ? മന്ത്രി വി ശിവൻകുട്ടിയുടെ പോസ്റ്റ് ഞാൻ വായിച്ചുതരാം. ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത്, ജീവിതത്തിലെ മികച്ച സന്ദേശമാണ്. ഉത്തരക്കടലാസിൽ അത് പകർത്തിയ 3-ാം ക്ലാസ്സുകാരന് അഭിനന്ദനങ്ങൾ പറയുകയാണ്. ആ കൊച്ചു പയ്യൻ ആരാണെന്ന് കൂടി നമ്മൾ ശരിക്കും പറയേണ്ടതാണ്. അഹാൽ അനൂപാണ്. നമ്മുടെ കണ്ണൂർ തലശ്ശേരിയിലെ ഒ ചന്തുമേനോൻ സ്മാരക വലിയ മാടാവിൽ ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഇങ്ങനെയാണ് മുന്നേറുന്നതെന്ന് മന്ത്രി പറയുന്നു. ഒരു സംശയവുമില്ല. ഒരു കയ്യടി മാത്രമല്ല, അവൻ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കണം. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ചിന്തിക്കുന്ന കുട്ടികൾ നമ്മുടെ ചുറ്റുമുണ്ട്. അല്ലെങ്കിലും പുതിയ പിള്ളേരെ വേറെ ലെവൽ തന്നെയാണ്.